കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ വിചാരിച്ച് ഇന്നലെ കപ്പ വറുത്തത് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ കപ്പേൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകി സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടോ. ജാനുട്ടി അതിൻ്റെ ഇടയ്ക്ക് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് കയറി ഇരുന്നുണ്ട്. അങ്ങനെ ഇതാ സ്ലൈസാക്കി എടുക്കുമ്പോൾ ഓളാണ് അതിൽ നിന്ന് എടുത്ത് ആ പാത്രത്തിലേക്ക് വെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഫുള്ള് എല്ലായിടത്തും സ്ലൈസായി അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടോ. കപ്പ വറുത്ത് കോരി എടുക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തത്. അങ്ങനെ ചട്ടിയെല്ലാം അടുപ്പത്തേക്ക് വെച്ച് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി തിളച്ച് വരണം. അതിനുശേഷം ആ കപ്പേൻ്റെ കുറച്ച് ഒരു 4-5 സ്ലൈസ് ഇട്ടേ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിനെ കൊണ്ട് ഇത് എന്തായി വരുന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ ഇട്ടത് 2-3 എണ്ണം കരിഞ്ഞു വന്നിരുന്നേ. പിന്നെയൊക്കെ ഓക്കെ ആയി, എല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടി. വേഗം വേവുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഫ്ലെയിമിലൊന്നും വെക്കാൻ പറ്റില്ല, ചെറിയൊരു ഫ്ലെയിമിലേ വെക്കാൻ പറ്റും. അങ്ങനെ ഇത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ചായപ്പോഴത്തേക്ക് തന്നെ ജാനുട്ടി ചോദിക്കുന്നുണ്ട്, അമ്മ എനിക്ക് താന്ന് അറിയുന്നുണ്ട്. അങ്ങനെ ഓൾക്ക് കുറച്ച് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് കൊടുത്ത് ബാക്കി മുഴുവൻ ഞങ്ങൾ വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടോ. അപ്പം അത് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതാ ഇതിൻ്റെ ഈ ഒച്ച കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലോണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ ജാനുട്ടിക്ക് ഇതാ അപ്പോഴത്തേക്ക് ഓൾ മേലേക്ക് മാറ്റി വന്ന് അതാ പിന്നെ ഇത് വേണമെന്ന് പറഞ്ഞ് അപ്പം വേഗം ഇത് കൊടുത്ത്. ചായ ഒന്നും ആക്കാനുള്ള നേരം ഓൾക്കില്ലായിരുന്നു. ഇത് കണ്ടപ്പം പിന്നെ അതിൽ കുറച്ച് ഉപ്പ് മാത്രമേ ഓൾക്ക് ഇട്ടുള്ളൂ കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഓൾക്കൊരു ചെറിയ പാത്രത്തിൽ കൊടുത്തു. അപ്പോൾ ഓളോട് ചോദിക്കുക നമുക്ക് എങ്ങനെ ഉണ്ട് എന്ന്.